ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ CSEB സെക്രട്ടറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ ചോദ്യം, ഐ ഡാഷ് ടു ഹിം ഓവർ ദി ഫോൺ മെനി ടൈംസ് ബട്ട് വി ഹാവ് നെവർ മെറ്റ്. എന്തായിരിക്കും ആൻസർ വരിക? ഐ ഡാഷ് ടു ഹിം സ്പീക്കിന്റെ ഏതാണ് കറക്റ്റ് ഫോം എന്ന് പറയാം കേട്ടോ. ഐ ഡാഷ് ടു ഹിം ഓവർ ദി ഫോൺ മെനി ടൈംസ് ബട്ട് വി ഹാവ് നെവർ മെറ്റ്. നോക്കിയിട്ട് പറഞ്ഞ ആൻസർ എന്തായിരിക്കും? ഹാവ് സ്പോക്കൺ ആണ് അല്ലെ. ഞങ്ങൾ ഒരുപാട് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പലരും വിചാരിക്കുന്നുണ്ടാവും ഇവിടെ സ്പോക്ക് വന്നൂടെ, കഴിഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ നമുക്കൊരു ക്ലൂ തരുന്നുണ്ട് അല്ലെ. ഈ ഒരു സെന്റൻസിന്റെ ഈ ഒരു ഭാഗം നോക്കിയേ, ബട്ട് വി ഹാവ് നെവർ മെറ്റ്. ഹാവും ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട് അല്ലെ. ഹാവിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണല്ലോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്, അതാണ് ഹാവ് സ്പോക്കൺ. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. പീപ്പിൾ ഡാഷ് അറ്റ് ദി കൗണ്ടർ ടു ബൈ ടിക്കറ്റ്സ് ഫോർ ദി ആഫ്റ്റർനൂൺ ഷോ സിൻസ് 10 AM ടുഡേ. ഓക്കെ, എന്തായിരിക്കും ആൻസർ വരിക? പറയാമോ? ആൻസർ ഹാവ് ബീൻ ക്യൂയിങ് അപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലല്ലേ ഇത് കൊടുത്തിട്ടില്ല, ഹാവ് ബീൻ ക്യൂയിങ് അപ്പ് ആണല്ലോ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ മീനിങ് നോക്കൂ. അതായത് ഇന്ന് കാലത്ത് 10 മണി മുതലേ ആൾക്കാർ ഇങ്ങനെ കൗണ്ടറിൽ ക്യൂ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും നിൽക്കുകയാണ്. ആ ഒരു രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ലത ആൻഡ് ഐ ഡാഷ് ടു ദി സിനിമ ആസ് പ്ലാൻഡ് ഏർലിയർ. ലത ആൻഡ് ഐ ഡാഷ് ടു ദി സിനിമ ആസ് പ്ലാൻഡ് ഏർലിയർ. ആൻസർ വരുന്നത് ആർ ഗോയിങ് ആണ് കേട്ടോ. ലത ആൻഡ് ഐ ആർ ഗോയിങ് ടു ദ സിനിമ ആസ് പ്ലാൻഡ് ഏർലിയർ. റീസൺ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ആൻഡ് ഉണ്ട് അല്ലെ. ആൻഡ് രണ്ടാൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലൂറൽ ആണ് യൂസ് ചെയ്യുക. പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ആർ ഗോയിങ് ആണ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഇവിടെ ഐ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആം ഗോയിങ് കൊണ്ട് എഴുതി വെച്ചേക്കരുത് കേട്ടോ. അപ്പൊ ഇവിടെ ആൻഡിന് പ്രിഫറൻസ് കൊടുത്തിട്ട് രണ്ടുപേരുണ്ട്, പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ അവാർഡ് ഡാഷ് ബൈ ദി ചീഫ് ഗസ്റ്റ് അറ്റ് ദി ഫംഗ്ഷൻ ടുമാറോ ഈവനിങ്. നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള പ്രസന്റ് ആണ്. പ്രസന്റിന്റെ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് പറയാം. ഓക്കെ, ദ അവാർഡ് ഡാഷ് ബൈ ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദി ഫംഗ്ഷൻ ടുമാറോ ഈവനിങ്. പറഞ്ഞ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി പ്രസന്റഡ് ആണ് അല്ലെ. വിൽ ബി പ്രസന്റഡ്. ഒന്നാമത് ടുമാറോ ഈവനിങ് ആണ്, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഫ്യൂച്ചർ ആണെന്ന്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്ലൂ കൂടെ കൊടുത്തിട്ടുണ്ട്. ബൈ ദ ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പാസീവ് ആണ് അല്ലെ. നമ്മൾ പാസീവിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ബൈ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടി വിൽ ബി പ്രസന്റഡ്. എന്താണ് വിൽ ബി പ്രസന്റഡ്? ദ അവാർഡ് വിൽ ബി പ്രസന്റഡ് ബൈ ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദി ഫംഗ്ഷൻ ടുമാറോ ഈവനിങ്. നെക്സ്റ്റ് വൺ, ദ സെലിബ്രിറ്റി വാസ് അനോയ്ഡ് അറ്റ് ഡാഷ് ബൈ ദി പ്രസ്. അറ്റ് ഫോട്ടോഗ്രാഫിന്റെ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ സെലിബ്രിറ്റി വാസ് അനോയ്ഡ് അറ്റ് ഡാഷ് ഫോട്ടോഗ്രാഫ് ബൈ ദ പ്രസ്. ബൈ കണ്ടോ? ഇനി പറഞ്ഞേ എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ബീയിങ് ഫോട്ടോഗ്രാഫ്ഡ് അല്ലെ. ദ സെലിബ്രിറ്റി വാസ് അനോയ്ഡ് അറ്റ് ബീയിങ് ഫോട്ടോഗ്രാഫ്ഡ് ബൈ ദി പ്രസ്. എങ്ങനെ മനസ്സിലായി? ബൈ ദ പ്രസ് കണ്ടപ്പോൾ നിങ്ങൾക്ക്, ഈ ബൈ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പാസീവ് ആണ്. ഓക്കെ, പാസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഹാവ് ഫോട്ടോഗ്രാഫ്ഡ്. ഇത് പാസീവിൽ വരുന്നതാണോ? അല്ല. കാരണം ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉണ്ടെങ്കിലേ അത് പാസീവിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഹാവ് ഫോട്ടോഗ്രാഫ്ഡ് തെറ്റാണ്. ഇനി ഫോട്ടോഗ്രാഫ്ഡ് അതും തെറ്റാണ്. പിന്നെ ഉള്ളത് ബീയിങ് ഫോട്ടോഗ്രാഫ്ഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് പാസീവിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ആക്റ്റീവ് പാസീവിന്റെ ക്ലാസ് ഫുൾ ആയിട്ട് എടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ടെസ്റ്റ് ഡാഷ് യു മസ്റ്റ് ഒബ്സർവ് ദി റിസൾട്ട്സ് കെയർഫുള്ളി. എന്തായിരിക്കും ആൻസർ വരിക? വെൻ ദ ടെസ്റ്റ് ഡാഷ് യു മസ്റ്റ് ഒബ്സർവ് ദി റിസൾട്ട്സ് കെയർഫുള്ളി. ഓക്കെ, ആൻസർ ഇസ് ബീയിങ് ഡൺ ആണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ എഴുതുന്ന ടെസ്റ്റ് അല്ല, നമ്മൾ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യില്ലേ കെമിസ്ട്രിയിൽ. അപ്പം നമ്മൾ ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന്റെ റിസൾട്ട്സ് ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഇസ് ബീയിങ് ഡൺ. അപ്പൊ എങ്ങനെ ഈ ആൻസറിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നോക്കിയാൽ യു മസ്റ്റ് ഒബ്സർവ് ദി റിസൾട്ട്സ് കെയർഫുള്ളി. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്തായാലും ഇത് പ്രസന്റിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ വെൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഭാഗവും ഏതാണ്ട് സെയിം ടെൻസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. മനസ്സിലായോ? അപ്പൊ ഇവിടെ പ്രസന്റ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും എന്ത് വരണം? പ്രസന്റ് തന്നെ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഹാഡ് ഡൺ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാ, പറ്റില്ല. വാസ് ഡൺ എന്ന് പറഞ്ഞാലും അത് പാസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി ഇസ് ബീയിങ് ഡൺ അല്ലെ. ഇസ് ബീയിങ് ഡൺ ആണ് നമ്മുടെ ആൻസർ, പ്രസന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഹാഡ് ഹി ഡാഷ് ദ റിസ്ക് ഇൻവോൾവ്
he would never have invested such a huge amount. ഇവിടെ നോക്കിയേ, he would never have invested. ഈ ഒരു ഭാഗത്ത് would have V3 ഫോം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ഹാഡും ഉണ്ടാവും പ്ലസ് V3 ഫോമും ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടെ V3 ഫോം ഏതാ വന്നിട്ടുള്ളത്? നോൺ അല്ലേ വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഹാഡ് ഹി, ഈ ഹാഡിന് തൊട്ടപ്പുറത്ത് തന്നെ നോൺ വരണം എന്നില്ല കേട്ടോ. ഹാഡിന് ശേഷം ഒരു ഹീക്ക് ശേഷം V3 ഫോം വന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ, ഹാഡ് ഹി നോൺ ദി റിസ്ക് ഇൻവോൾവ് ഹി വുഡ് നെവർ ഹാവ് ഇൻവെസ്റ്റഡ് സച്ച് എ ഹ്യൂജ് എമൗണ്ട്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ഇഫ് വി ഡാഷ് ദി മാപ്പ്, കൺസൾട്ട് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്, വി കുഡ് ഹാവ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഏർലിയർ. ഓക്കെ, എന്തായിരിക്കും ആൻസർ വരിക? അത് ഇവിടെ നോക്കിയിട്ട് പറഞ്ഞോ. കുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, റീച്ച്ഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ വുഡ് തന്നെ വരണം എന്നില്ല, കുഡ് ആവാം കേട്ടോ. കുഡ് ഹാവ് V3 ഫോം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? നമ്മളിപ്പോ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. എന്ത് വരണം? ഹാഡ് വരണം, പിന്നെ V3 ഫോം വരണം അല്ലെ? അപ്പൊ ഹാഡ് കൺസൾട്ടഡ്, ഇഫ് വി ഹാഡ് കൺസൾട്ടഡ് ദ മാപ്പ് വി കുഡ് ഹാവ് റീച്ച് ദി ഡെസ്റ്റിനേഷൻ ഏർലിയർ. അടുത്ത ചോദ്യം നോക്കാം. ദ ഷെഡ് ഡാഷ്, ബ്രാക്കറ്റിൽ ബേൺ ഡൗൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇഫ് ദ ബോയ് ഹാഡ് നോട്ട് ഇൻഫോം ദി ഫയർ ഫോഴ്സ്. ഓക്കെ, ഇഫ് ദ ബോയ് ഹാഡ് നോട്ട് ഇൻഫോംഡ്. ഓക്കെ, അപ്പൊ ഹാഡ് ഉണ്ട്, V3 ഫോം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് എന്ത് വരണം? ഇപ്പൊ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ പറഞ്ഞോ. ഒരു വുഡ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും, V3 ഫോം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഉണ്ട് അല്ലെ? അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. പാസീവിലാണ് വന്നിട്ടുള്ളത്. വുഡ് ഹാവ് ബീൻ ബേൺ ഡൗൺ. ദ ഷെഡ് വുഡ് ഹാവ് ബീൻ ബേൺ ഡൗൺ ഇഫ് ദ ബോയ് ഹാഡ് നോട്ട് ഇൻഫോം ദി ഫയർ ഫോഴ്സ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് കറക്റ്റ് സിനോണിം ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദി ഫോളോയിങ്. പെസ്റ്റർ, പെസ്റ്ററിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താ വരുന്നത്? ആൻസർ എനോയ് ആണ് കേട്ടോ. പെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ ശല്യപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് അല്ലെ? പെസ്റ്റർ. എനോയ് എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ ശല്യപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. സൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ശാന്തമാക്കുക, സൂത്തനിങ് എഫക്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളൊന്ന് ശാന്തമാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് സൂത്ത് വരുന്നത്. ഓക്കെ, ഹെൽപ്പ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ ആൻസർ എനോയ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഡിസ്വേഡ്, ഡിസ്വേഡിന്റെ സിനോണിം ഏതാ വരുന്നത്? ഡിസ്വേഡ് എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഇവിടുത്തെ സിനോണിം ആയിട്ട് വരുന്നത് ഡിസ്കറേജ് ആണ്. ഡിസ്കറേജ് ചെയ്യുക എന്ന് പറഞ്ഞാലും പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരു മീനിങ് തന്നെയല്ലേ? പിന്നെന്താ? അസിസ്റ്റ് നിങ്ങൾക്ക് അറിയാം, എൻകറേജ് ചെയ്യുക, അതല്ല അല്ലേ? ഇനി അടുത്ത് നോക്കാം. ചൂസ് ദി കറക്റ്റ് ആന്റോണിം ഫ്രം ദി ബ്രാക്കറ്റ്സ് ഫോർ ദി ഫോളോയിങ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, ക്വസ്റ്റൻ ഒക്കെ വായിക്കുമ്പോൾ സിനോണിം ആണോ ആന്റോണിം ആണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് അല്ലെ? ട്രിവിയലിന്റെ ആന്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സാരമായിട്ടുള്ള, സില്ലി എന്നൊക്കെ ഒരു മീനിങ് ആണ് ട്രിവിയലിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. സിനോണിം ആയിട്ട് വരുന്നത് സില്ലി ആണ്. അതിന്റെ ആന്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ്. സില്ലി അല്ലാത്തത് എന്താ? ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ആൻസർ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫ്ലിംസി എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ തന്നെ നിസ്സാരമായിട്ടുള്ള, ലോലമായിട്ടുള്ള, അധികം ബലമില്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫ്ലിംസി കേട്ടോ. അപ്പൊ തെറ്റിക്കാതെ, ട്രിവിയലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ട്രിവിയലിന്റെ മീനിങ് സില്ലിയാണ്, അതിന്റെ ആന്റോണിം ഇമ്പോർട്ടന്റ്. അടുത്ത സെനിത്ത് ആണ്. ഇതും ഒരുപാട് തവണ PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സെനിത്തിന്റെ ആന്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സെനിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉയർച്ച അല്ല, ഉയർച്ചയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ്, അതിനൊക്കെയാണ് നമ്മൾ സെനിത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, പീക്ക് കൊടുത്തിട്ടുണ്ട്, സിനോണിം ആണ്. പിന്നെ പിനാക്കിൾ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് വരുന്നത്. ബോട്ടം ആണ്. ബോട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്റോണിം ആണ് അല്ലെ? അപ്പൊ സെനത്തിന്റെ ആന്റോണിം ആണ് ബോട്ടം. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് മിസ്റ്റർ കോശി ഇസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ടു സീ യു. അപ്പം ആൻസർ വരുന്ന A ആണ്. ഒരു മിസ്റ്റർ കോശി, ഇപ്പൊ നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ പറയാണ് മിസ്റ്റർ കോശി ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ടു സീ യു. അപ്പോൾ ഇവിടുത്തെ ആർട്ടിക്കിൾ വരുന്നത് A ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഹി ഈസ് ഡാഷ് യൂറോപ്യൻ. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയാ യു അല്ലെ? യാ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ അല്ല കേട്ടോ. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സൗണ്ട് ആണ്. വവൽ സൗണ്ട് വേണം നമ്മൾ നോക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? A ആണ്. ഹി ഈസ് എ യൂറോപ്യൻ. കിട്ടിയോ? അടുത്തത്, ചൂസ് ദി കറക്റ്റ് പ്രപ്പോസിഷൻ ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദി ഫോളോയിങ്. അടുത്ത ചോദ്യം, ഹി വോണ്ട് യു ഡാഷ് ദി ഡേഞ്ചർ ബട്ട് യു ഡിഡ് നോട്ട് ലിസൺ. ഓക്കെ, ഹി വോണ്ട് യു ഓഫ് ദ ഡേഞ്ചർ. ഓഫ് ദി ഡേഞ്ചർ ആണ് കേട്ടോ. ഓഫ് ദി ഡേഞ്ചർ ബട്ട് യു ഡിഡ് നോട്ട് ലിസൺ. അവൻ നിന്നെ ഡേഞ്ചറിനെ കുറിച്ച് വോൺ ചെയ്തിരുന്നു, പക്ഷെ നീ അവനെ ലിസൺ ചെയ്തിരുന്നില്ല അല്ലെ? നെക്സ്റ്റ് വൺ, ദ സ്റ്റുഡന്റ് വാസ് ഡീബാർഡ് ഡാഷ് അപ്പിയറിംഗ് ഇൻ ദി എക്സാമിനേഷൻ. ഡീബാർഡ്, ദ സ്റ്റുഡന്റ് വാസ് ഡീബാർഡ് ഫ്രം അപ്പിയറിംഗ് ദി എക്സാമിനേഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ കറക്റ്റ് പ്രപ്പോസിഷൻ ഫ്രം ആണ്. ഫ്രം അപ്പിയറിംഗ് ഇൻ ദി എക്സാമിനേഷൻ. അടുത്ത വാക്ക് നോക്കാം. ഇൻഡിക്റ്റ്. ഓക്കെ, ഇൻഡിക്റ്റിന്റെ മീനിങ് ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? ടു അക്യൂസ് എന്നാണ്. ഇൻഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറ്റപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇൻഡിക്റ്റ്, നമ്മളെ കുറ്റപ്പെടുത്തുക, ആ ഒരു മീനിങ് ആണ് ഇൻഡിക്റ്റ്. എക്യൂസ് എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ്, കുറ്റം ചുമത്തുക, ആ ഒരു മീനിങ് തന്നെയാണ് എക്യൂസിനും വരുന്നത്. ഓക്കെ. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഓപ്ഷനിൽ അബ്ഡക്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അബ്ഡക്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ, ടു അബ്ഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ടു എക്യൂസ് ആണ്. അടുത്തത് പെർജുറി. ഇത് നമ്മുടെ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഏതോ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പെർജുറി എന്ന് പറഞ്ഞാൽ എന്താ, ലൈങ് അണ്ടർ ഓത്ത് ആണ് അല്ലെ, കള്ളസത്യം. അതിനാണ് നമ്മൾ പറയുന്നത് പെർജുറി എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചു വെച്ചേക്ക, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ലൈങ് അണ്ടർ ഓത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. കഴിഞ്ഞ CSEB സെക്രട്ടറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ PSCയുടെ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ SSCയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് SSC ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.